നമസ്കാരം, ഞാൻ ഷിനോ ഷെഫ്. ഗുഡ്വിൽ പാചകത്തിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് തനി നാടൻ ഹൈ റേഞ്ച് ഷാപ്പ് കറിയാണ്. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ നാടൻ ചൂര കണ്ടിച്ചത്. അടുത്തതായി നമ്മൾ ഓയിൽ, ഇത് നമ്മുടെ തനി നാടൻ കോക്കനട്ട് ഓയിൽ. പിന്നെ അതിനെടുത്തിരിക്കുന്നത് കടുക്, ഉലുവ, സവോള ചോപ്പിങ്, കറിവേപ്പില, ഇഞ്ചി ചോപ്പിങ്, വെളുത്തുള്ളി, നല്ല നാടൻ ചുമന്നുള്ളി സ്ലൈസിങ്, നമ്മുടെ ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി, കാശ്മീരി പൗഡർ, ചില്ലി പൗഡർ, പെപ്പർ, മല്ലിപ്പൊടി. ഇനി അടുത്ത് നമ്മൾ മേക്കിംഗ് ചെയ്യുമ്പോൾ അടുത്തതായി നമ്മൾ മേക്കിംഗ് ചെയ്യും. നമ്മളങ്ങനെ സ്റ്റൗ കത്തിച്ചു. അടുത്തതായി നമ്മൾ ഒരു ചട്ടി, നാടൻ കറിച്ചട്ടി ആണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തതായി ഉപയോഗിക്കുന്നത് നല്ല നാടൻ കോക്കനട്ട് വെളിച്ചെണ്ണ, ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട്. അടുത്തത് നമ്മൾ ആദ്യം കടുക്, 1 ടീസ്പൂൺ കടുക് ഇടാം. അങ്ങനെ കടുക് ഒന്ന് പൊട്ടി ഒന്ന് വരുമ്പോൾ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ 1.5 ടീസ്പൂൺ ഉലുവ. കടുക് ഉലുവ പൊട്ടി അങ്ങനെ വെന്തായിരിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇഞ്ചി, സ്ലൈസ് ചെയ്ത് വെച്ച് ഇഞ്ചി, 1.5 ടീസ്പൂൺ ഇഞ്ചി. അടുത്തത് നമ്മൾ വയ്ക്കുന്നത് വെളുത്തുള്ളി, അതും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി. അടുത്ത പച്ചമുളക്, 3 പച്ചമുളക്. അടുത്ത നമ്മൾ ചേർക്കുന്നത് ചുമന്നുള്ളി, സ്ലൈസ് ചെയ്ത് ചുമന്നുള്ളി. അടുത്തതായി നമ്മൾ ചേർക്കുന്നത് സ്വല്പം ഉപ്പ്, 1.5 ടീസ്പൂൺ ഉപ്പ്. ഒന്ന് വരണ്ട് ഡ്രൈ ആയി വരാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ പാകത്തിന് കരിവേപ്പില, നാടൻ കരിവേപ്പില. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ച സവോള, 1 സവോള. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. വരണ്ട് ഡ്രൈ ആയി വരുമ്പോൾ മസാല ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവോളയും വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം കൂടി നല്ല ഡ്രൈ ആയി നല്ല സ്മൂത്ത് കളറായിട്ടുണ്ട്. അടുത്ത നമ്മളിങ്ങനെ റെഡ് ചില്ലി, നല്ല വത്തൽമുളക് എന്ന് പറയും, റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഡ്രൈ ആയി അതിൻ്റെ സ്മെല്ല്, പച്ച സ്മെല്ലെല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ചേരുവ ചേർക്കാം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം അങ്ങ് പച്ച സ്മെല്ലെല്ലാം പോയി ഇപ്പോൾ നല്ല ഡ്രൈ ആയി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചേർക്കാൻ പോകുന്നത് അടുത്ത സ്വല്പം വെള്ളം, 1.5 കപ്പ് വെള്ളം. അങ്ങനെ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളച്ച് ആ ഒരു പച്ച സ്മെല്ലെല്ലാം പോയി കഴിഞ്ഞ് അടുത്ത ചേരുവ ചേർക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ മസാല, ഫിഷിൻ്റെ മസാലയെല്ലാം പച്ച സ്മെല്ലെല്ലാം നല്ല തിളച്ച് നല്ല വന്നിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോപ്പ് ചെയ്ത് തക്കാളി
ഒരു പീസ് തക്കാളി ചോപ്പ് ചെയ്തത്. പിന്നെ നമ്മൾ അടുത്ത ചേർക്കാൻ പോകുന്നത് നമ്മൾ നല്ല ചൂടുവെള്ളത്തിയിട്ട് തിളപ്പിച്ച് എടുത്ത കുടംപുളി, നല്ല നാടൻ ഹൈ റേഞ്ച് പുളി, അതൊരു 5 സ്പൂൺ ഇടാം. 5 പീസാണ്. അടുത്തായി അതൊന്ന് നല്ല തിളച്ച് വന്നതിനപ്പുറം നമുക്ക് അടുത്ത മീനിട്ട് കൊടുക്കാം. നല്ല ഫിഷ് പീസാണ്. അങ്ങനെ ഫിഷൊക്കെ ഒന്ന് വെന്ത് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് അടുത്ത വിഭവം ചേർക്കാം. അങ്ങനെ നമ്മുടെ കിടിലോസ്റ്റ്, നമ്മുടെ ഷാപ്പ് മീൻ കറി ഇത് ഏറെക്കുറെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് നിസ്സാരമായി നമ്മൾക്ക് വീട്ടിലും ചെയ്യാവുന്നൊരു പ്രോപ്പർ ഫിഷ് കറിയാണ്. ഇത് നമ്മുടെ ഷാപ്പിലായതുകൊണ്ട് കുറച്ച് എരിവും കുറച്ച് അത്യാവശ്യം പുളിയും കാണും. എന്നാൽ പോലും കുഴപ്പമില്ല. നമുക്കിത് എല്ലാവർക്കും വീട്ടിൽ ചെറിയ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ചെറിയ രീതിയിൽ ഒതുക്കി തീർക്കുന്ന ഒരു നല്ലൊരു ഷാപ്പിൽ മീൻ കറിയാണിത്. നമുക്കങ്ങനെ ഒരു കുറച്ചും കൂടി ഏറെക്കുറെ ഒന്ന് ഈ നമ്മുടെ മസാലയുടെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റാനുണ്ട്. നമുക്ക് അതും കൂടി കഴിഞ്ഞൊരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ കിടിലോശി ഷാപ്പിലെ മീൻ കറി ഏറെക്കുറെ ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവ വറുത്ത് അരച്ച് പൊടിച്ചത്. അത് ലാസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അടുത്ത നമുക്ക് നല്ല വറുത്ത കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വറുത്ത കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്ത നമുക്ക് നാടൻ ഹൈ റേഞ്ച് പെപ്പർ പൊടിച്ചത്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത് ഓഫ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് നാടൻ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെക്കാം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ചട്ടിയിൽ മീൻ കറി ആയതുകൊണ്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അത് കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വെക്കാം. സ്വല്പം ഉപ്പും കൂടി ചേർത്തിട്ടാവാം. സ്വല്പം ഉപ്പും കൂടി ചേർത്തു. അങ്ങനെ നമുക്കൊരു 5 മിനിറ്റ് നമ്മുടെ മീൻകറി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് അങ്ങനെ നമ്മുടെ മീൻകറി ഒന്ന് മൂടി വെച്ച് പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമ്മുടെ കിടിലോസ്റ്റി ഹൈ റേഞ്ച് ഷാപ്പ് ഫിഷ് കറി റെഡി ആയിരിക്കുന്നു. ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഓർക്കുന്നു. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നൊരു ഫിഷ് കറിയാണിത്. നമുക്ക് അങ്ങനെയാണ് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങിയത് മാറ്റി വെക്കാം. നമ്മുടെ കിടുക്കാച്ച് ഹൈ റേഞ്ച് ഷാപ്പ് ഫിഷ് കറി. അങ്ങനെ എൻ്റെ ഹൈ റേഞ്ച് ഷാപ്പ് മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിലും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെറിയ രീതിയിൽ മേക്കിംഗ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുന്ന വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ.